Good morning, all. നമുക്ക് മാക്സിമം ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. ഗുഡ് മോർണിംഗ് അച്ചു, അന്ന, Good morning, teacher. Good morning, teacher. അതാണ്. ഗുഡ് മോർണിംഗ് മിസ്സേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ചു ആണ് തോന്നിപ്പോ സംസാരിച്ചല്ലേ? ആ ശരി. ഗുഡ് മോർണിംഗ്. ആടാ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ക്വിസ് പോലൊക്കെ നടത്തി. അത് മെയിൻലി ചാറ്റ് ബോക്സ് ത്രൂ ആയിരുന്നു. നിങ്ങളോട് ഞാൻ കുറച്ച് 9 ക്വസ്റ്റ്യനോളം ഞാൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പറയാമോ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കായിരിക്കും കിട്ടിയിരിക്കുന്നതെന്ന്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ആരായിരിക്കും ഒന്നാമത് എത്തിക്കാണുക? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, ഞാൻ പറയട്ടെ. അന്ന് ആ ഒരു 9 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിയിരിക്കുന്നത് വേദയാണ്. വേദയ്ക്ക് 26 പോയിന്റ്. സെക്കൻഡ് 2 പേർക്കാണ്. ആര്യയ്ക്ക് 17 ആണ്, ഗായത്രിക്കും 17 ആണ്. പിന്നെ സാനിയയ്ക്ക് 12 ആണ്. പിന്നെ കുറേയധികം കുട്ടികളുണ്ട്. ജസ്റ്റിൻ, ബിബിൻ, അമീഷ, അന്ന, ഗോപിക, പവിത്ര, ഇങ്ങനെ കുറേയധികം കുട്ടികളുണ്ട്. ഇത് നിങ്ങൾ എത്ര വലിയ കാര്യമായിട്ട് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, സെക്കൻഡ് ചാപ്റ്ററിനാണ്, സെക്കൻഡില്ല തേർഡ് ചാപ്റ്ററിൽ നിന്ന് ക്വിസ് നടത്തുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളെ കൊണ്ട് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വിസ് നടത്തി. അത് നിങ്ങൾ ഗ്രാമം കഴിഞ്ഞാണ്, നിങ്ങൾക്ക് മെമ്മറി ഉണ്ടോ, അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ, എസ്പെഷ്യലി ഇയേഴ്സ് ആണ് ഞാൻ കൂടുതലും ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും വലിയ കാര്യമായിട്ടൊന്നും ഇതെടുക്കണ്ട. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യം, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പ്രീവിയസ് ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്തൊക്കെ വെക്കാം. വേദ നന്നായിട്ട് കയറിയത് കാരണം വേദ അന്ന് പറഞ്ഞായിരുന്നു തോന്നുന്നു ആ ചാപ്റ്റർ ഇടയ്ക്കൊന്ന് വായിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും പറ്റും. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. വേദ, ആര്യ, ഗായത്രി കയറി എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. സാനിയ, ഗോപിക, കുറേ അധികം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇത്രയും പേരുടെ പേര് മാത്രം പോയിന്റ്സ് വൈസ് ഞാൻ എഴുതി വെച്ചു. അല്ലാതെ ഒരുപാട് ആൾക്കാർ, അതുൽ കൃഷ്ണ, പിന്നെ ഒരാളും കൂടി ഉണ്ട്. നിങ്ങളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഒരാൾ നന്നായിട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആർക്കാന്നറിയാം? അന്നത്തെ ഓപ്പൺ സ്കൂളിന്റെ ഹോസ്റ്റ് ചെയ്ത നവീൻ എന്ന് പറഞ്ഞ ചേട്ടൻ 10-25 പോയിന്റ് കൊണ്ട് പോയിട്ടുണ്ട്. ചേട്ടൻ നന്നായിട്ട് കയറി എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആക്റ്റീവ് പാർട്ടിസിപ്പേഷനുള്ള മൊത്തം പോയിന്റ് ചിലപ്പോൾ ചേട്ടന് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിലുണ്ടെങ്കിലും ആർക്കെങ്കിലും? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാ? അച്ചു ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ. ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. കാരണം അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി നിൽക്കാമല്ലോ. ഞാനിതുകൊണ്ട് ഇങ്ങനെ നടക്കാണ് ഫോണുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ക്യാപിറ്റലിസം ഞാൻ കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന വേൾഡ് വാറിന്റെ അപ്പൊ കേൾക്കാവോ? കേൾക്കാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാടാ. കുറച്ചെങ്കിലും ഒന്ന് എടുത്തിട്ടേ. എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. നെറ്റ് കിട്ടുന്നില്ല, ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിട്ട് പറയണേ. ഓക്കെ. ഇമ്പീരിയലിസത്തിനെ പറഞ്ഞു. ഇമ്പീരിയലിസം എന്നാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായി. പലർക്കൊക്കെ കൺഫ്യൂഷൻ. കോളനികളിലേക്ക് ഫിനാൻസ് കയറ്റുമതിയുടെ ഘട്ടമാണ് ആ ഒരു ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ്. അതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. പിന്നെ ഇമ്പീരിയലിസത്തിന്റെ കുറെ എങ്ങനെയാണ് കോളനീസിനെ അഫക്ട് ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അതിനുശേഷമാണ് ഫസ്റ്റ് വേൾഡ് വാർ വരുന്നത്. അപ്പോൾ ഇതിന് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. കുറേ അധികം ആൾക്കാർ അയക്കുന്നുണ്ട്, മനസ്സിലായില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ ആയാലും അയക്കുന്നുണ്ട് ഓരോ ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വേൾഡ് വാർ ആണ്. അപ്പോൾ the conflicts among the imperialist power ultimately led the entire world to war. The nations bear with each other in establishing colonies.
ദിസ് കോമ്പറ്റീഷൻ കട്ടാവും. എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ അതോ മാത്രമേ ഉള്ളൂ? ഞാൻ പറയുന്ന ചെറുതായിട്ട് കട്ടാവുണ്ട്. ഇതിന്റെ റെക്കോർഡിംഗ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? ഈ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ, നെറ്റ് കട്ടാണ്, ആ ഒരു ഇഷ്യൂ ആണ്. നമുക്ക് അടുത്ത ദിവസം അതെങ്ങനെയും ക്ലൈമറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ പരിഹരിക്കാൻ നോക്കാം. അതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യമല്ലല്ലോ, റേഞ്ചും നെറ്റൊക്കെ ഇഷ്യൂ ഒക്കെ ആർക്കായാലും ഇപ്പോഴായാലും ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സെഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കാവുന്ന പ്രശ്നമുള്ള കാര്യം നമുക്ക് വീണ്ടും ജോലിക്ക് എടുത്ത് കൊടുത്താൽ പോരെ. നല്ലൊരു ടൈമിൽ ഈവനിങ് സെഷൻ എനിക്ക് അതായിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇന്ന് ക്ലാസ് കുറച്ചേരം കൂടി നമുക്ക് ട്രൈ ചെയ്യുന്നു. അപ്പം തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം പോരെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ മാക്സിമം നോക്കാം. കാരണം ഇത് വെച്ച് ക്ലാസ് ഈ ഒരു ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഓരോരോ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻസ് കയറ്റുമതി അവർ തമ്മിൽ പതുക്കെ അങ്ങനെ ഇതിൽ പതുക്കെ ഉണ്ടായ ഓരോരോ പ്രശ്നങ്ങൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ എന്താ മനസ്സിലായാലും ഇംഗ്ലീഷ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളനിയിലേക്ക് ഫിനാൻസ് കയറ്റുമതി ചെയ്യുന്ന ഓരോരോ രാജ്യങ്ങളൊക്കെയാണ് ഇംപീരിയലിസം അല്ലെ ആ ടീച്ചർ ഒന്നും മനസ്സിലായില്ല. നമുക്ക് ക്ലാസ് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇപ്പോ റെഡ് അലേർട്ട് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മഴയും കാര്യങ്ങളാണ്. അപ്പോൾ തൽക്കാലം നമ്മളിങ്ങനെ എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വേറെ ടൈം ഒക്കെ ചെയ്താൽ പറയും. പിന്നെ സാറ്റർഡേ ക്ലാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച തൊട്ട് ക്ലാസ് എനിക്ക് കിട്ടുള്ളൂ, സാരമില്ല. ഓക്കെ. ഇനിയിപ്പോ വേറെ ടൈം വേണമെങ്കിൽ ജിബിന്റെ ആയിട്ടൊന്ന് സംസാരിച്ചിട്ടേ വേറെ നമുക്ക് എക്സ്ട്രാ ടൈം വേണമെങ്കിൽ ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ എനിക്ക് നാളെ മറ്റന്നാളത്തെ കാര്യം അറിയില്ലല്ലോ, കേരളത്തിൽ കുറച്ച് ഗായത്രി വോയിസ് ഒന്നും ക്ലിയർ ആവുന്നില്ല. എല്ലാവരും ടെക്സ്റ്റ് അയക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിട്ട്. ഇല്ലടാ, ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം ക്ലാസ്. ഓക്കെ. അപ്പൊ സ്റ്റുഡൻസ് എല്ലാവരും ഇന്ന് നമ്മള് മഴയും കാറ്റും കാരണം നെറ്റ് കിട്ടാത്തതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നാളെയും മറ്റന്നാളും 1-2 ദിവസത്തേക്ക് റെഡ് അലേർട്ട് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കുറച്ച് സേഫ് ആയിട്ട് ഇരിക്കുക, സൂക്ഷിച്ചിരിക്കുക. നിങ്ങളുടെ കൂടുതലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി ഇരിക്കുക. ആരും ഈ ഫോട്ടോ എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എടുത്ത് ചാടി പോകരുത്. നിങ്ങളുടെ ലൈഫ് അപകടത്തിലാക്കിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ കളഞ്ഞിട്ടുള്ള പരിപാടികൾക്ക് നടക്കരുത്. അത് ചെറിയൊരു റിക്വസ്റ്റ് ആണ്, നമ്മൾ പത്രത്തിലൊന്നും കാണുന്നതല്ലേ. വേറെ നിങ്ങൾക്കിപ്പോ ഓപ്പൺ സ്കൂളിനോട് എന്തെങ്കിലും ഞങ്ങളോട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണ്ട. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തതല്ലേ. അപ്പോൾ അതിന് സോറി ഒന്നും പറയണ്ട. നമുക്ക് ഇതിപ്പോ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എന്തായാലും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ടൈമിൽ ഇത്രയും നേരത്തെ രാവിലെ തന്നെ വന്നില്ലേ. ഇപ്പൊ മഴയും കാറ്റൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഭാഗ്യം ഇത്രയും ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സിനെ കിട്ടണം. കുഴപ്പമില്ല, കാര്യം നമുക്ക് നോക്കിയിട്ട് വേറെ ടൈം അറേഞ്ച് ചെയ്യാം ഇതിന് പകരമായിട്ട്. ഓക്കെ, ഞാനെങ്കിൽ ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ. പിന്നെ നിങ്ങൾ
ഓക്കെ ഗായത്രി, ശരി. നിങ്ങള് മറ്റേ ഓപ്പൺ സ്കൂൾ ഇന്റർവ്യൂസിൽ ഈ പ്രാവശ്യം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ക്രിസ്മസ് ഒക്കെ ഇല്ല, നല്ല ഗിഫ്റ്റ് അടിച്ചെടുത്തോളാം. എന്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.